നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് പറയുന്നത് 28 വയസ്സുള്ള ആയിഷയുടെയാണ്. ആയിഷയുടെ ഫസ്റ്റ് മാരേജാണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കോട്ടയ്ക്കൽ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത്. 155 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്, 65 kg വെയിറ്റ് തന്നിട്ടുണ്ട്. ഇവരുടെ ഫാമിലി ഫാദർ, മദർ, 3 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത്. ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് 35 വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. പുനർവിവാഹവും അനുയോജ്യമായത് സ്വീകരിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട്. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് 34 വയസ്സുള്ള സുന്നി യുവതിയുടെയാണ്. ആൾക്ക് MA BEd ആണ് ക്വാളിഫിക്കേഷൻ. 162 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഉള്ളത്. കളറ് വൈറ്റ് ആണ്. ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂർ ഭാഗത്താണ്. ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്. ഒരു സിസ്റ്ററും 2 ബ്രദേഴ്സുമാണ് ഉള്ളത്. ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് 40 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത്. ആദ്യ വിവാഹിതരുടെയും പുനർവിവാഹിതരുടെയും പ്രപ്പോസൽ പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട്. മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം. ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിയറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക. ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ്. പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.